ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ഫേസ് പാക്കാണ്. പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ. അതിനായിട്ട് ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. വറുക്കാത്ത അരിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. ഈ അരിപ്പൊടിയും തൈര് മാത്രം മതിയിട്ട് വേറെ ഒന്നും വേണ്ട. ഈ 2 ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മൾ വീട്ടിലുള്ളത് അത് മാത്രം മതി. ഇത് തൈര് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ക്രീം രൂപത്തിലാണ് നമുക്കത് കിട്ടേണ്ടത്. ഒരുപാട് ലൂസും വേണ്ട. കിട്ടണമെങ്കിൽ ആ പാക്ക് നമ്മളെ മുഖത്ത് അങ്ങനെ കറക്റ്റായിട്ട് കിടക്കണം, ഒലിച്ചിറങ്ങാതൊക്കെ ആയിട്ട് കറക്റ്റ് കിടക്കുമ്പോഴാണ് അതങ്ങനെ നമ്മളെ ഫേസിൽ നല്ലതായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂൺ പിന്നെ കുറച്ച് തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. അതാ നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്രീം രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് എടുക്കുന്നത്. ഞാൻ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. കയ്യിൽ ഇതുപോലെ കയ്യിലും ഇപ്പോൾ നമ്മൾ നല്ല വെയിലും ചൂടുള്ള സമയമല്ലേ, അപ്പോൾ നമ്മൾ ഫേസിൽ എന്ത് പാക്ക് ഇടുമ്പോഴും കരണ്ട് കയ്യിലും ഒന്നിട്ട് കൊടുക്കുക. അപ്പോൾ സൺ ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് മാറിക്കിട്ടും. റൈസ് ആണെങ്കിൽ റൈസ് പൗഡർ, റൈസ് വാട്ടറൊക്കെ സ്കിൻ വൈറ്റനിങ് ബെസ്റ്റാണ്. അതുപോലെ തന്നെ തൈര് പറഞ്ഞാൽ സൺ ടാനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. തൈരൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലൊക്കെ കുറച്ച് തൈര് മാത്രം ഒന്ന് ജസ്റ്റ് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് കഴിയുന്ന നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിരിക്കും സ്കിന്ന്. തൈര് മാത്രം തേച്ചാലും മതി. പുറത്തൊക്കെ പോയി നമ്മൾ വെയിലത്ത് പോയി വന്നതിന് ശേഷം ഫേസ് വാഷൊക്കെ ഉണ്ടതിന് പകരം ഒന്ന് തൈരൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഡ്രൈ ആവുന്ന പിടിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഫേസിലിട്ടാലും കൈകളിൽ എവിടെ ഇട്ടാലും പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ എല്ലാം കൈകളൊക്കെ തേച്ചത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഏത് പാക്കറ്റാണ് നല്ല ഡ്രൈ ആവാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വിളിയും. അപ്പോൾ അതാ കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഒരുപാടുണ്ടോ ഒരു 10, 20, 25 മിനിറ്റ് ഒന്നും എല്ലാം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ബൗളിൽ വെള്ളം എടുത്തിട്ട് അത് നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഫേസിലൊക്കെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് അപ്പോൾ അതിൻ്റെ പാക്കൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകുക. ഒരു പാട്ട് അങ്ങോട്ട് ഉരയ്ക്കേണ്ട സ്കിന്ന് എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഞാനത് കൈയൊക്കെ കഴുകി നല്ല വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല മാറ്റം എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമെന്നറിയില്ല. ഇനി ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഇതിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് സോഫ്റ്റ് ടവലാണ് കേട്ടോ. നമുക്ക് ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലത്തെ സോഫ്റ്റ് ടവൽ ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഡ്രൈ ആ വെള്ളമൊക്കെ എടുക്കുകയാണ്, തുടച്ചെടുക്കുകയാണ്. നല്ല മയത്തിൽ തന്നെ തുടച്ച് കൊടുക്കണം. അതിനാണ് സോഫ്റ്റ് ടവൽ എടുക്കാൻ പറയണത്. നല്ല മാറ്റം എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ അറിയുമെന്ന് അറിയില്ല. നമ്മൾ എത്രയോ റേറ്റ് കൊടുത്തിട്ട് ക്രീമും സാധനമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി തേക്കുന്നില്ലേ. അപ്പോൾ അത് ഒരു ചിലവില്ലാത്തതാണ്, എപ്പോഴും വീട്ടിലുള്ളതാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ്. എനിക്ക് നല്ല മാറ്റം അറിയുന്നുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ ഈ കൈ നല്ല ഞാൻ ഇപ്പോൾ പാക്കിട്ട കൈ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ട് അത് അത്ര സോഫ്റ്റ് ഇല്ല, പക്ഷേ ഈ കൈ നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റം എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഫേസിലിടുമ്പോൾ എപ്പോഴും കഴുത്തിലിട്ട് കൊടുക്കുക. ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാക്ക് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഒരു 1 ടൈം യൂസ് ചെയ്യാനുണ്ട്. ബാക്കി വരണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കിട്ടിയ റിസൾട്ടാണ്. ഇപ്പോഴും നമ്മളുടെ വീട്ടിൽ 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.